ചായ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം ഒരു ചായ കിട്ടുമ്പോൾ സന്തോഷമുണ്ട്. അടങ്ങനെയുണ്ട്? സൂപ്പർ അടയുണ്ട്. എന്താ ടേസ്റ്റ്? എന്തൊക്കെ ഇട്ടിട്ടുണ്ട്? ആ അമ്മയാണ് ഉണ്ടാക്കിയത്. കഴിക്കുമ്പോൾ അറിയാം അതിൻ്റെ ഒരു ക്വാളിറ്റി. നാളികേരം, ശർക്കര, ഏലക്ക, അവില്. അവല്, നമ്മുടെ നാടൻ അവല്, അതൊക്കെ പാടിയിട്ട് അത് തീർന്ന ഇനിയുണ്ട്. അത് അയാൾ വരുമ്പോൾ ചോദിക്കാം അവലോണോ അവലോണോ. ഞാൻ പറയും ചേട്ടാ 2 പാക്കറ്റ് അവിടെ തന്നെ ഇരിക്കുന്നത്. ആ ഇതാവലാണോ? ആ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ, ടേസ്റ്റിൽ വ്യത്യാസമുണ്ട് ശരിക്കും. അല്ലേ അമ്മേ? ഞാൻ വറുത്തെടുത്ത് വറുത്തിട്ട് അതിലിട്ടു. ഓ ഈ അട തിന്നുമ്പോഴാണ് എനിക്ക് ഓരോ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. ഇത്ര ടേസ്റ്റുള്ള അട കിട്ടുമ്പോഴേ അവലും ശർക്കര നാളികേരമൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ഇനി പണ്ടത്തെ അടയൊക്കെ ആരുണ്ടാക്കണ? പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. ജോലിക്ക് പോക്കും എല്ലാ കാര്യങ്ങളൊക്കെ ആവുമ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. പണിയില്ലാണ്ടിരിക്കണ ആളുകൾ ഉണ്ടാക്കും. അമ്മമാരൊക്കെ ഉണ്ടാവും. കാരണന്മാരും പഴയ എന്നെ പോലെ അമ്മമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിങ്ങനത്തെ അട ഫസ്റ്റ് കഴിക്കണം അമ്മായി തരുമ്പോൾ. ഞങ്ങൾ കുഞ്ഞായിരിക്കുമ്പോഴേ അച്ഛനും അമ്മയും കൂടി കാറിന് പോകുന്നുണ്ട്. അന്ന് നമ്മുടെ കാറൊക്കെ ഉണ്ട്. അന്ന് കാറുള്ളവർ കുറവാണ്. ഒരു ഫിയറ്റ് കാറുണ്ട്. ആ കാറിൽ ഞങ്ങൾ പിള്ളേരും അച്ഛനും അമ്മയും കൂടിയൊക്കെ അമ്മയുടെ വീട്ടിലേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മുത്തിയമ്മൂമ്മയൊക്കെ ഉണ്ട് അവിടെ. ഓ 100 വയസ്സൊക്കെ 105 വയസ്സൊക്കെ ആയിട്ടാണ് മുത്തിയമ്മൂമ്മ മരിച്ചത്. അവരൊക്കെ ഉണ്ടാവും അവിടെ. അപ്പം അമ്മായിണ്ട്. അമ്മായിയൊക്കെ ചെറുപ്പണം എന്നിട്ടാ ഓടും അടുക്കളയിലേക്ക്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഓലപ്പര പോലെയൊക്കെ ഇങ്ങനെ വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് അടുക്കള. ഇപ്പുറത്ത് ഓടും വരാം. എന്നിട്ട് വേഗം നാളികേരമൊക്കെ ചെറുകി ശർക്കരയൊക്കെ ഉരുക്കി അടിപൊളിയായിട്ട് ഉണ്ടാക്കും. ഇതേപോലെ സോഫ്റ്റ്. എന്ത് ടേസ്റ്റ് ആയിരുന്നു അറിയാം അത് കഴിക്കുമ്പോൾ. അത് ഇന്നത്തെക്കാളും ടേസ്റ്റ് ഉണ്ട്. അന്നൊക്കെ അന്ന് ഒരലിൽ ഇടിച്ചിട്ടല്ലേ, ഇപ്പോൾ ഇടിച്ചിട്ട് പൊടിയൊക്കെ വറുത്തെടുത്തിട്ടല്ലേ ഉണ്ടാക്കണം. ഇപ്പം പിന്നെ പൊടിയൊക്കെ നമ്മ അരി കൊടുത്തിട്ടായാലും പൊടിപ്പിച്ചിട്ട് വറുത്ത് മേടിക്കല്ലേ. നല്ലതാ തിന്നുമ്പോൾ എനിക്കത് ഓർമ്മ വരും. അത് നല്ലതാ. പഴയ ഓർമ്മയിലൊക്കെ നല്ലതാ. ഞങ്ങളൊക്കെ പണ്ട് സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കിനും അമ്മ ഇതേപോലെ അടയൊക്കെ ഉണ്ടാക്കി ചെയ്യും. മധുരമുള്ളതും എന്തുട്ടാണ് അങ്ങനെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ? അമ്മയുടെ മനസ്സിൽ അങ്ങനത്തെ വല്ല ഓർമ്മയിലുള്ള കാര്യങ്ങളുണ്ടോ? പിന്നെ ഇതൊക്കെ തന്നെ. ചിനുവിൻ്റെ മനസ്സിലോ? ചിനു അതിന് ഓർമ്മയിൽ വയ്ക്കാൻ ഓർമ്മയുള്ളപ്പോൾ ഒക്കെ ദുബായിലല്ലേ ആയിരുന്നേ. ഷവർമ്മ കിട്ടുമ്പോ ദുബായ് ഓർമ്മ വരുമല്ലേ? അവിടെ ചെറുപ്പം മുഴുവനും ദുബായിൽ കഴിഞ്ഞില്ലേ? അതെ. അച്ഛന് ഈ അട ഇഷ്ടമായ കാരണം ഞാൻ അവിടെ ഉണ്ടാക്കും. അവിടെ ഞങ്ങൾ പാർക്കിലൊക്കെ പോകുമ്പോൾ അങ്ങനെ ചില ഇടത്ത് പിന്നെ ഈ ഇലയില്ലാണ്ട് തന്നെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇത് വെച്ചിട്ടേ കൊഴക്കട്ട പോലത്തെ നീളത്തിൽ പുഴുങ്ങിയെടുക്കും. അങ്ങനെ കൊടുക്കും. എനിക്ക് പിന്നെ അങ്ങനെ ഓർമ്മ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ അമ്പലത്തിലെ ഹാളിൽ കല്യാണം മണ്ഡപം ഇതുപോലെ വലുതാക്കിയൊന്നും പണിതിട്ടില്ല കേട്ടാ. മമ്മി കേൾക്കണില്ലേ? മദർ കേൾക്കണില്ലേ? അപ്പോഴേ അവിടെ കല്യാണം നടക്കണ്ട. അപ്പോൾ പണ്ട് കല്യാണമൊക്കെ വരുമ്പോൾ അയൽവാസികളൊക്കെ കൂടി ഹെൽപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ പല ആളുകളായിരിക്കുമല്ലോ, അത്ര കുക്കുകളൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഒരാളുണ്ടാവും കുക്കായിട്ട്. അപ്പോൾ ഒരാൾ പായസം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണ്ട. അന്ന് ശർക്കര പായസമൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. പായസം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അവിടെ ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് വേറൊരുത്തൻ എന്ത് ചെയ്ത് വലിയൊരു ബൾബ് കൊണ്ടുവന്നിട്ട് ഈ പായസം ഉണ്ടാക്കണ ചെമ്പിൻ്റെ മേലെയായിട്ട് കെട്ടിയിട്ട് കൊടുത്ത അയാൾക്ക് ഒരു ലൈറ്റൊക്കെ കിട്ടാനായിട്ട്. നല്ല വാട്ട്സ് കൂടി വലിയ ബൾബാണ് കേട്ടോ. ഈ ബൾബ് ഇട്ടായിരുന്നു ആ പരിസരം മുഴുവൻ നല്ല ലൈറ്റായിരുന്നു. അങ്ങനെ രാത്രി ഒരു 2 മണി 2:30 ആകുമ്പോൾ ഇയാൾ ഇങ്ങനെ വരികൊണ്ടിരിക്കും. അയാൾ കൈ അഴിക്കുമ്പോൾ വേറെ ഓരോരുത്തരോടും ഇങ്ങനെ അവരെ കൂട്ടുകാരന്മാരൊക്കെ ഇങ്ങനെ വരികൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഇതിൽ നിന്ന് ഇങ്ങനെ ആവിയും വരുന്നുണ്ട് കേട്ടോ. ഈ ആവി കൊണ്ടുകൊണ്ട് ആ ബൾബ് ഒരു പൊട്ടെല്ലാം അങ്ങോട്ട് പൊട്ടി. പൊട്ടിച്ചിതറി പായസത്തിന്റെ ചെമ്പിലേക്ക് വീണ്. നല്ല പായസമായിട്ടുണ്ടാവും അല്ലേ? ഒന്നാലോചിച്ച് നോക്കിയേ.
എന്ത് ചെയ്യാൻ പായസമില്ലാത്ത സദ്യ നടത്തി കല്യാണത്തിന് അല്ലാണ്ട് എന്ത് ചെയ്യാൻ ഭയങ്കര സംഭവം മറക്കൂല അങ്ങനത്തെ കഥ ബൾബ് കാണുമ്പോ വലിയ ബൾബ് കാണുമ്പോ എനിക്ക് ആ പായസം ചെമ്പിലേക്ക് വീണ കാര്യം ഓർമ്മ വരും അങ്ങനെ ഓരോ കഥകളാണ് പണ്ടത്തെ അങ്ങനെ ചെറിയ ചെറിയ ഓർമ്മകള് ഞാനൊക്കെ ആദ്യം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് വീടിൻ്റെ അവിടേക്ക് ഇങ്ങോട്ട് അടുത്ത് വരുമ്പോൾ അമ്മ ഈ അടുക്കളയിൽ നിന്ന് പുക പോണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞങ്ങൾക്കറിയാം അമ്മ എന്തെങ്കിലും ഉണ്ടാക്കണുണ്ടാവും ചായക്കിന്ന്. അപ്പോൾ വേഗം ചാടിത്തുള്ളി ഓടി വരും. പുകയൊന്നും ഇല്ലാത്ത ദിവസം വലിയ ഉഷാറൊന്നും ഉണ്ടാവില്ല വരാനായിട്ട്. പിന്നെ അങ്ങനെ മെമ്മറിയിലുള്ളൊരു കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വലിയ കുളം ഉണ്ടായിരുന്നു. വലിയ പറമ്പും ഒരു വലിയ കുളമാണ്. അപ്പോൾ പുറത്തുനിന്നൊക്കെ അപ്പുറത്തെ വീടുകളിൽ നിന്നും ദൂരെ നിന്നൊക്കെ ആളുകൾ വന്ന് കുളിക്കും. അപ്പോൾ ഇവരെ കുളിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ചൂണ്ടിടാനിരിക്കും. ഇഷ്ടംപോലെ മീനുകളുണ്ടാവില്ലിട്ടാ. അങ്ങനെ ഒരു ദിവസം ചൂണ്ട ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കല്, എടാ നിൻ്റെ ചൂണ്ടയുമ്പോൾ എന്തോ കുളത്തിട്ടുണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ ചൂണ്ട വലിച്ച് നോക്കിയപ്പോൾ വലിച്ചിട്ട് കിട്ടില്ല കേട്ടോ. പൊട്ടുമോ എന്ന് സംശയം. എന്നാലും പതുക്കെ വലിച്ചെടുത്ത് നോക്കിയപ്പോൾ ഉണ്ടാ വലിയൊരു ആമേനെ കറി വെക്കൂലേ? നമ്മളൊന്നും ഞങ്ങളൊന്നും വെച്ചിട്ടില്ല. പക്ഷെ ആമേനെ പിടിക്കാനൊക്കെ പണ്ട് ആൾക്കാർ നടക്കണാണോ എൻ്റെയൊക്കെ വീടിൻ്റെ അവിടെ. അങ്ങനെ പിന്നെ ആമനെ കിട്ടിയ ഭയങ്കര വിഷമമാണ്. ഇങ്ങനെ പിടിച്ച് കളയാനും പറ്റൂല, ചൂണ്ടയും പോകൂലേ. കുളത്തൊക്കെ അന്ന് വളരെ ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ചൂണ്ട കുളത്തും ഈ നാരൊക്കെ ഒപ്പിക്കണത്. അങ്ങനെ ആകെ മൂഡൗട്ടായി, ചൂണ്ടയും പോയില്ലേ, വെറുതെ വേസ്റ്റ്. അങ്ങനത്തെ ഓരോ കഥകൾ ചെറുപ്പത്തിലേ. പിന്നെ കറങ്ങിച്ചാട്ടം, വെള്ളത്തിലേക്ക് തലകുത്തി മറയല്, കുളം കലക്കും. എല്ലാവരും കുളി കഴിഞ്ഞിട്ട് ഞങ്ങൾ കുളിക്കാറുള്ളൂ. കുളം ആകെ ചെളി വിളിയാക്കിയിടും. അപ്പൊ നിങ്ങൾ പുഴ കുളിക്കാൻ പോയില്ലേ അവിടെ? പുഴയിലേക്കൊന്നും വിടൂല. അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. സ്ട്രിക്റ്റ് വേണല്ലോ, ഇത്രയും പിള്ളേരുള്ളതല്ലേ. അപ്പൊ അമ്മൊന്നും കഥയൊന്നും കാര്യമായിട്ട് പറഞ്ഞില്ല കേട്ടാ. അമ്മ ഒരു കഥ പറ, മനസ്സ് അലിയുന്ന, സെന്റിമെന്റ്സ് ഉള്ള, അല്ലെങ്കിൽ സന്തോഷപ്രദമായ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അത്ഭുതം വരുന്ന ഒരു കഥ നമുക്ക് കേൾക്കാൻ പണ്ട് നടന്നത്. പണ്ടത്തെ അത്ഭുതം വരുന്നതൊന്നും ഇല്ല. അതെ, അമ്മൂമ്മ എപ്പോഴും ഇഷ്ടം പോലെ കഥകൾ പറയാറുള്ളല്ലേ. പണ്ടത്തെ കഥകളെ പറയൂ. ഫസ്റ്റ് പറയുന്നതാണ് കല്യാണത്തിന് മുന്നുള്ള കഥകൾ. കല്യാണം കഴിഞ്ഞിട്ടും കുറെയൊക്കെ അങ്ങനെ. അപ്പൊ ഇന്നത്തെ ഡിന്നർ നമ്മ അടിപൊളിയാക്കി അടയിൽ കഴിച്ചു. അതന്നെ, അല്ലെങ്കിൽ ചോറും ഇറച്ചിയൊക്കെ രാത്രി കഴിക്കുന്ന നല്ല വയറ് ചാടും. ഞങ്ങൾ ആദ്യമായിട്ട് ദുബായിൽ ചെന്നിട്ട് അച്ഛൻ എല്ലാ വ്യാഴാഴ്ചയും രാത്രി ഞങ്ങളെ മസാല ദോശ കഴിക്കാനായിട്ട് അവിടെ നൈഫ് റോട്ടിൽ ഒരു ഹോട്ടലുണ്ട്, അതിൽ കൊണ്ടുപോകും. അന്ന് ഇവള് ചെറുതല്ലേ, LKG പഠിക്കുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ പോയിട്ട് എല്ലാ ആഴ്ചയും അതെ. പിറ്റേ ദിവസം ഒഴിവാണല്ലോ, ലീവാണല്ലോ അവിടെ, വെള്ളിയാഴ്ച അന്ന് ലീവ്. ഹിന്ദിക്കാരുടെ ഹോട്ടലാ മസാല ദോശ. മലയാളീസാണ് അവിടെ. അപ്പോൾ അവിടെ ഇങ്ങനെ ചെന്നിട്ട് മസാല ദോശയൊക്കെ കഴിക്കാതിരിക്കുമ്പോൾ എനിക്ക് ആദ്യമായിട്ടൊക്കെ ചെല്ലുമ്പോൾ എന്തോ പോലെയായിരുന്നു. ഇഷ്ടം കാണാത്ത ഞാനിങ്ങനെ അന്നൊക്കെ എന്ന് പറഞ്ഞ ഫാമിലിന്ന്. ഇപ്പൊ പിന്നെ എപ്പോഴും ആൾക്കാരൊക്കെ പോണത്. അന്നങ്ങ് ഫാമിലിയൊക്കെ അത്ര കുറവാ. 85, 84, 85 കാലത്തൊക്കെ ആ സമയത്തല്ലേ ഞങ്ങൾ പോയത്. എന്നിട്ട് അല്ല പറയുന്നു അവിടുത്തെ കാര്യങ്ങൾ പറയാ. അങ്ങനെ ദുബായിലേക്ക് പോണേലും മുന്നേ വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടല്ല. ദുബായിലേക്ക് പോണേലും മുന്നേ ബോംബെയിൽ പോയി. ഞാൻ ചെന്ന് ഒരു കൊല്ലം കഴിപ്പഴിക്കാൻ അച്ഛൻ പോയില്ലേ, ദുബായിലേക്ക് പോയില്ലേ. പിന്നെ മാമന്മാര് വന്നിട്ടല്ലേ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. പിന്നെ 10-20 വർഷം ദുബായിലൊക്കെ നിൽക്കാന്ന് പറഞ്ഞ +2 കഴിഞ്ഞപ്പോ ചാടിത്തുള്ളി ഇവള് പോന്നില്ലേ. പിന്നെ പേരക്കുട്ടികളായപ്പോ അമ്മൂമ്മയും പോന്നു. പേരക്കുട്ടികളായപ്പോ അവിടെ നിൽക്കാൻ പറ്റില്ല, അപ്പൂപ്പിനും അതെ അവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ പേരക്കുട്ടികളെ കൂടെ തല്ലുകൂടി കഴിയാനായിട്ട് ഇങ്ങോട്ട് പോകുന്നു അല്ലേ മണിയണ്ട. ഞങ്ങളുടെ ലോകം പേരക്കുട്ടികളായിരുന്നു. അപ്പൊ നല്ല മഴയും നല്ല ചായയും നല്ല പുറത്ത് നല്ല മഴ തകർക്കല്ലേ. പിന്നെ ഇവിടെ ഇരുന്ന് ഡിന്നർ കഴിച്ച് വർത്താനം പറഞ്ഞിരിക്കല്ലാണ്ട് എന്ത് ചെയ്യും? പിന്നെ ഇത്ര നേരത്തെ എടുക്കാൻ പറ്റുമോ? പിന്നെ ഈ മൊബൈലിൽ തോണ്ടി ഇരുന്നാൽ എങ്ങനെ എപ്പോഴും മനുഷ്യന്മാർക്കൊന്ന് വർത്താനം പറയണ്ടേ. അപ്പൊ ഞാനെന്നാ കുളിച്ച് റെഡി ആവട്ടെ.
ഓക്കെ ഓക്കെ മദർ ഓക്കെ ഞാനിപ്പോൾ എവിടേക്കാ കൈ അടിക്കുക അവിടേക്ക് കയ്യിൽ ഗ്ലാസ് അല്ലേ